അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം, എല്ലാവർക്കും. അപ്പോൾ അതാ ഞാൻ ഒരു തെരിക കെട്ടാൻ പോകുക കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയും തെരിക ഉണ്ടാക്കി നമ്മൾ എന്തെങ്കിലും അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെക്കാനൊക്കെ ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കിന്. ഈ ഇത് കമുങ്ങിൻ്റെ പട്ട കേട്ടോ. ഇത് ഇങ്ങനെ ഇരിഞ്ഞെടുക്കുക. അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോഴുള്ള എന്താണ് പാത്രം വാങ്ങി വെക്കണ സ്റ്റീലിൻ്റെ ചെറുത് വട്ടമില്ലാത്തതല്ലേ, അതിന്മേന്ന് വലിയ കാലമൊന്നും വാങ്ങി വെക്കാൻ പറ്റില്ല. വലിയ കുറച്ച് വലിയ ചട്ടിയും കൂടി വാങ്ങി വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇരിഞ്ഞെടുക്കുക. വേണ്ട ചൂലിൻ്റെ പട്ട കേട്ടോ അത്. എന്നിട്ട് കുറച്ചും കൂടി എടുക്കുക. നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പുറത്തൊരടുപ്പുണ്ട്, അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടാട്ടോ. അവിടത്തേക്കൊന്നും കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സുഖം ഉണ്ടാവില്ല. അവിടേക്കൊക്കെ സ്റ്റീലിൻ്റെ തന്നെ പറ്റുള്ളൂ. നമ്മൾ പുറത്തൊരടുപ്പുണ്ട്, അപ്പോൾ അത് അവിടേക്ക് വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ ഇങ്ങോട്ടും വെക്കുക, രണ്ട് ഭാഗത്തേക്കും. ഉണ്ട് ഈ ഭാഗത്തേക്ക് ഒരു തലഭാഗം, ഈ തലഭാഗം ഇതാ ഈ ഭാഗത്തേക്കും ഈ തലഭാഗം. അങ്ങനെ മറിച്ച് അങ്ങോട്ടും വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചാൽ മതി. കാണിച്ചു തരേ. ഇപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെയല്ലേ, ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ ചുരുട്ടുക, ഇങ്ങനെ വട്ടം പിടിക്കുക. കുറച്ചൊരു വലിയ തെരുകായാൽ മതി, തോനെ വലിപ്പമൊന്നും വേണ്ട. അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വളച്ച് കൊണ്ടുവരിക. ഇതങ്ങനെ വളച്ച് കൊണ്ടുവന്നാലും മതി, ഇങ്ങനെ അതാക്കിയാലും മതി കേട്ടോ. ഇതുണ്ടല്ലോ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മറിഞ്ഞു പോയിട്ടോ. ഒരു തല ചവിട്ടി പിടിച്ചിട്ട് ഇങ്ങനെ മറിച്ച് പിടിച്ച് ഒരു തല ഇങ്ങനെ ചവിട്ടി പിടിച്ച് എന്നിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കും. മാറിക്ക് ഓനെ തോക്ക് എങ്ങിന്നാ പറയുന്നത്. അങ്ങനെ പിരിച്ചെടുക്കുക. അത് പിരിച്ചെടുത്താലേ ഇത് നിൽക്കണുള്ളൂ. അങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ വളക്കുക. അങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട്, ഇവിടെ ഈ പാളൻ്റെ ഇതിൻ്റെ പാള ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു കെട്ടിട്ട് ഇവിടെ ഒരു കെട്ടിട്ടിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഉണ്ടാക്കുമ്പോൾ നല്ലതായി വരും. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ വട്ടാക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഓരോ കെട്ടി ഈ ഓലോണ്ട് തന്നെ കൊടുത്താൽ മതി. ഈ തണുങ്ങുകൊണ്ട് കൊടുത്താൽ മതി. രണ്ടപ്പം ഇങ്ങനെ വട്ടായി കിട്ടും. നമുക്ക് പുറത്ത് അടുപ്പുള്ളവർക്കാട്ടോ നല്ലത്. ഉള്ളത് പറഞ്ഞുതരാം. അവിടുത്തൊക്കെ നല്ലതാണ്, പക്ഷെ ഒരു വൃത്തി തോന്നൂല ഇങ്ങനത്തേതൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ, നല്ല വീടൊക്കെ ആണെങ്കിൽ. അപ്പോൾ പുറത്ത് അടുപ്പുള്ളവർക്ക് നല്ലതാണ്. ഇതിമന്ന് കാലം മറിഞ്ഞു പോകുമെന്ന് വിചാരിച്ചണ്ട. ഒരു പേടിയും പേടിച്ചണ്ട, ഇവിടെ തന്നെ ഉണ്ടാവും കലം. ഇതാ ഇങ്ങനെ കെട്ടിയെടുക്കുക പാളുകൊണ്ട്. ഇത് ഇവിടുന്ന് ഇങ്ങനെ ശരിക്കും നിങ്ങൾക്ക് കാണില്ലേ, ഇങ്ങനെ വെച്ചുതരാം. അപ്പോൾ ഇതിൻ്റെ പാള ഇതിനൊരു പാള ഉണ്ടാവില്ലേ, അത് ചീന്തി വെച്ചാട്ടോ. ഇതുണ്ടോ, ഇങ്ങനത്തെ കയറുകൊണ്ടാണ് ഞാൻ കെട്ടണത്. നല്ലത് അങ്ങനെ ഉണ്ടാക്കിയാൽ. പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയത്, ഇപ്പോഴല്ലേ മോഡൽ സ്റ്റീലൊക്കെ ആയത്. അപ്പോൾ എന്തൊക്കെ തന്നെയാളെ വർത്താനം, സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. രണ്ടങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിരിച്ച് വെച്ചാൽ മതി. നല്ലതാ. ഞാൻ കെട്ടിയിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം.
ഇങ്ങനെ പിരിച്ച് വെക്കണം. എന്നിട്ട് ഇവിടെയും കൊടുക്കുക കയറ്. ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരിക കേട്ടോ. അപ്പം അതങ്ങനെയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചും കൂടിയും ചെയ്യാണ്ടേ. വേണ്ട, നമുക്ക് താൽക്കാലികമൊക്കെ ഇവിടെ പുറത്തൊക്കെ വെച്ച് വാങ്ങി വെക്കാനൊക്കെ പറ്റും. കുറച്ചും കൂടിയും റെഡിയാക്കാണ്ട്. ഇത് ഞാൻ ഈ പാള വള്ളി ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതുകൊണ്ട് ഇങ്ങനെ കെട്ടിയെടുത്താണേ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുക. ഇതാ ഇങ്ങനെ. എന്നിട്ട് ഇവിടെ എന്നിട്ട് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി വെക്കുക. അങ്ങനെ. എന്നിട്ട് അടുത്ത വള്ളി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റുക. അങ്ങനെ കേട്ടോ ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് ഇതാ അങ്ങനെ ആക്കിയിരിക്കണം. ഇവിടെയൊക്കെ കുറച്ചും കൂടിയും കെട്ടാണ്ട്. ഇതുണ്ട്. അപ്പം അതാ ഞാൻ അത് കെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതണ്ട, കുറച്ചും കൂടിയും പണിയുണ്ട് ഇതിമ. ഇതണ്ട, നല്ലത് അതിമെന്ന് വാങ്ങി വെച്ചാൽ നമ്മളെ കാലമൊന്നും മറിഞ്ഞ് ചാടില്ല. ചട്ടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ്ട് വെക്കുക. അങ്ങനെ വെച്ച് തീമ വെച്ചാൽ മതി. പക്ഷെ പുറത്തടുപ്പൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ. ഇനിയിപ്പോൾ വലിയ ചിലവൊന്നുമില്ല. ഓല അങ്ങോട്ട് എടുക്കുക. പിന്നെ എന്താണ്, ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ആരെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൊള്ളിയേ. വലിയ പണിയൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് മെനക്കെടണമെന്നുള്ളൂ. പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക. ഇതങ്ങനെ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഒരു കെട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. അങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങോട്ട് കെട്ടിയാൽ മതി. നല്ല സുഖം. ഇതണ്ടില്ലേ, വലിയ എന്നാലും നന്നായില്ല. എന്നാലും നമുക്ക് കലമ്പാക്കാപ്പോൾ ഇത് മതിയല്ലോ. ഇതണ്ടില്ലേ, ഇവിടെ കുറച്ചും കൂടിയൊക്കെ അങ്ങനെ കെട്ടി വരാനുണ്ട് കേട്ടോ. ഇത്ര പണിയുള്ളൂ. നമ്മളെ ഈ അടുപ്പിന് പറ്റിയ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കണ്ടോ, ഇത് പുറത്തുള്ളൊരു അടുപ്പാണ്. ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ച്. കണ്ടോ എങ്ങനെയുണ്ട് നമ്മളെ തരിക? ഇതാ സൂപ്പറല്ലേ. അധികം നന്നായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ചട്ടിയൊക്കെ വെച്ച് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടുന്ന് എടുത്ത് നമുക്ക് ഇത് അങ്ങനെ വെക്കാം. ഇതുണ്ടോ, ഇത് മറിഞ്ഞ് ചാടൂല. കണ്ടു നോക്കി. അങ്ങനെ അവിടെ ഇരുന്നോളൂ. നല്ല സൂപ്പറായിട്ട് വലിയ ചട്ടിയും വെക്കാം. അതാ ചെറിയ ചട്ടിയും വെക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പറ്റണ പോലെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. നമുക്ക് പൈസ മുടക്കൊന്നുമില്ല. ഇല്ല, പെട്ടെന്ന് പണ്ടുള്ള കാലം ഉണ്ടല്ലോ സോനോ, പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. ഇനി നമുക്ക് പണ്ടത്തെ കാലങ്ങളിലേക്ക് പോകാം. അപ്പോൾ പൂച്ച വന്ന് നോക്കുക ചട്ടിയൊക്കെ വെച്ച് കണ്ടിട്ട് എന്തുകൊണ്ട് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വീഡിയോ. ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യുക, ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം. ഇന്നിപ്പോൾ ദുഃഖവെള്ളിയാണ്. ഇന്നാണിപ്പോൾ അത് ഉണ്ടാക്കി. കണ്ടില്ലേ എന്ത് സൂപ്പറായി നോക്കി. ഇപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ.